മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ED സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയാണ്. അത് പുരോഗമിക്കുന്നു. 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹാജരാകാതെ ഇരുന്നത്. വിനിത വിജി ഒരിക്കൽ കൂടി ആലുവയിൽ കർത്തയുടെ വസതിക്ക് മുൻപിൽ നിന്നാണ് ചേരുന്നത്. വിനിത, ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളാവുന്നില്ലേ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട്? ഹഷ്മി, 1:30 കൂടിയാണ് കൊച്ചിയിലെ ED ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഞാനിപ്പോൾ നിൽക്കുന്ന ശശിധരൻ കർത്തയുടെ വീട്ടിലേക്ക് എത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. EDയുടെ വാഹനം വീടിന് മുൻപിൽ തന്നെയാണുള്ളത്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ വീട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. കർത്തയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. 1:30 കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ശശിധരൻ കർത്തയ്ക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് 2 തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത്. ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും 2 തവണയും കർത്ത ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും ചോദ്യാവലി അയച്ചു തന്നാൽ അതിന് മറുപടി നൽകാമെന്നും CMRL കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം നേരിട്ടിപ്പോൾ കർത്തയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. CMRLലെ 3 ഉദ്യോഗസ്ഥരെ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 24 മണിക്കൂറോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പിന്നീട് 2 ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യുകയും ഇപ്പോഴിതാ കർത്തയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയെങ്കിലും നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉദ്യോഗസ്ഥരിൽ ചിലർ ഇപ്പോഴും ആ വീട്ടിനുള്ളിൽ തന്നെയാണുള്ളത്. അവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ചില രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിലുള്ളത്. കാരണം നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ചില രേഖകളടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എക്സാലോജിക്കുമായിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ, ഒപ്പം തന്നെ കരാർ രേഖകൾ, ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളൊക്കെ നൽകണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ചില രേഖകളൊക്കെ CMRL EDക്ക് കൈമാറിയിരുന്നുവെങ്കിലും ഈ പ്രധാനപ്പെട്ട രേഖകൾ, അതായത് എക്സാലോജിക്കുമൊക്കെയായുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന് കാണിച്ചുകൊണ്ട് അവർ EDക്ക് മറുപടി നൽകിയിരുന്നു. ഈ രേഖകൾ നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് പരിശോധിച്ചതാണെന്നും ഇനി രേഖകൾ നൽകേണ്ടതില്ല എന്നുമായിരുന്നു അവർ ഒരു നിലപാടെടുത്തത്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ആലുവയിലുള്ള തോട്ടക്കാട്ടുകരയിലുള്ള കർത്തയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന ആ വാഹനത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ആ വീട്ടിനുള്ളിൽ തന്നെയാണുള്ളത്. അവർ കർത്തയെ ചോദ്യം ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെയായിരിക്കും കർത്തയിൽ നിന്ന് ചോദിച്ചറിയുക. ഇപ്പോൾ ആ ചോദ്യം ചെയ്യൽ ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഹാഷ്മി. വിനിത വിജിയാണ് ആലുവ തോട്ടക്കാട്ടുകരയിലെ ശശിധരൻ കർത്തയുടെ വീടിന് മുന്നിൽ നിന്ന് ED ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ, വിവരങ്ങൾ നൽകി.